ചേട്ടാ, മുകേഷിന് കിട്ടി, ഇടവേളയ്ക്ക് കിട്ടി, സിദ്ദിഖിന് കിട്ടിയില്ല. ഇന്നിപ്പോ കേരള ഹൈക്കോടതി സിനിമാ നടൻ സിദ്ദിഖിന് ജാമ്യം നിഷേധിച്ചിരിക്കുകയാണ്. എന്താണ്? മുൻകൂർ ജാമ്യം അല്ലേ? അതെ. മുകേഷിന് കിട്ടി, ഇടവേള ബാബുവിന് കിട്ടി, സിദ്ദിഖിന് കിട്ടിയില്ല. ഹൈക്കോടതിയുടെ ആ ജഡ്ജ്മെൻ്റാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ജസ്റ്റിസ് CS ഡയസിൻ്റെ ജഡ്ജ്മെൻറ്റ് 24th day of September 2024. നമ്മൾ സംസാരിക്കുന്ന ഈ ദിവസം സെപ്റ്റംബർ 24-ാം തീയതി. ഇതിൽ പെറ്റീഷണർ സിദ്ദിഖാണ്, പക്ഷേ സിദ്ദിഖിൻ്റെ പേരില്ല. അവിടെ മുഴുവൻ XXX എന്നിങ്ങനെ മറച്ചിരിക്കും. പക്ഷേ സിദ്ദിഖ് പെർപെട്രേറ്റർ അല്ലേ ഏട്ടാ, വിക്ടിം അല്ലല്ലോ. വിക്ടിമിൻ്റെ പേരാണ് പുറത്ത് പറയാൻ പാടില്ല, അത് കുറ്റകരമാണ്. IPC 228A, പിന്നെ പോക്സോ ആണെങ്കിൽ പറയുകയും വേണം. അപ്പോൾ പക്ഷെ പെർപെട്രേറ്ററുടെ, ഇരയുടെ പേര് പുറത്ത് പറയാൻ പാടില്ല. വേട്ടക്കാരൻ്റെ പറയരുതെന്ന് നിയമമൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ XXX ആണ് അപ്ലോഡ് ചെയ്ത ഡോക്യുമെന്റിൽ ഒറിജിനലി കൊടുത്തതിന് പേരുണ്ടാവും. അതല്ലാതെ വേറൊരു കോടതിയിൽ ഇപ്പോൾ ഇദ്ദേഹം സിദ്ദിഖ് സുപ്രീം കോടതിയിൽ പോകും എന്നൊക്കെ TV കാണുന്നുണ്ട്. അപ്പം അങ്ങനെ പോകുമ്പോൾ പേരില്ലാതെ പറ്റില്ല. അപ്പം നമുക്ക് പബ്ലിക്കിന് ഡൗൺലോഡ് ചെയ്ത് നോക്കാം XXX എന്നേ കാണുള്ളൂ. പക്ഷേ ഈ ഡേറ്റും ബെയിൽ ആപ്ലിക്കേഷൻ നമ്പറും ഒക്കെ വെച്ച് നമുക്കറിയാം ഇത് സിദ്ദിഖാണ്. സിദ്ദിഖ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നുള്ള കേസാണ്. അതുപോലെ റെസ്പോണ്ടൻസിലും ഒരാളിൻ്റെ പേര് മറച്ചു വെച്ചിട്ടുണ്ട്. അത് എന്തിനെന്ന് മനസ്സിലാവുന്നില്ല. എതിർകക്ഷി ഈസ് ഇംപ്ലീഡഡ് ആസ് ആൻ ഇന്റർവെനർ ആസ് പെർ ഓർഡർ ഡേറ്റഡ് 24/9/2024 ഇൻ ക്രിമിനൽ മിസ്ലേനിയസ് ആപ്ലിക്കേഷൻ നമ്പർ 1/2024. അപ്പോൾ ആരോ ഒരു ക്രിമിനൽ മിസ്ലേനിയസ് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ആൻറ്റിസിപ്പേറ്ററി ബെയിലിൻ്റെ ഇത് വരികയാണെങ്കിൽ എന്നെയും കൂടെ അതിനകത്ത് കക്ഷിയാക്കണമെന്നോ മറ്റും. അത് ഈ പറഞ്ഞ പെൺകുട്ടിയാവാം, ആരുമാകാം, ആ പേരിൽ മറച്ചിരിക്കുന്നു. ഏതായാലും അതൊക്കെ പോട്ടെ, അത് കോടതിയുടെ പ്രൊസീഡിങ് സംബന്ധിച്ച കാര്യമാണ്. ഈ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഈ വ്യത്യാസം പറയാം. മുകേഷ്, ഇടവേള ബാബു, സിദ്ദിഖ്. മുകേഷും ഇടവേള ബാബുവും ആൻറ്റിസിപ്പേറ്ററി ബെയിലിന് വേണ്ടി പോയത് ജില്ലാ കോടതിയിലാണ്, ഹൈക്കോടതിയിലല്ല. മുൻകൂർ ജാമ്യം കിട്ടാൻ 3 വഴികളുണ്ട്. ഒന്ന്, ജില്ലാ കോടതി പോവുക. 2, നേരെ ഹൈക്കോടതി പോവുക. ഈ 2 ഓപ്ഷൻ നിങ്ങൾക്കുണ്ട്. മൂന്നാമത്തത്, ജില്ലാ കോടതിയിൽ തോറ്റാൽ ഹൈക്കോടതി വരിക. അപ്പൊ 3 വഴിയായല്ലോ. അപ്പൊ മുകേഷും ഇടവേള ബാബുവും ചെയ്തത് ജില്ലാ കോടതിയിൽ പോയി. അവിടെ നിന്ന് തോറ്റാൽ നമുക്ക് ഹൈക്കോടതി പോവാം, എന്നിട്ട് വേണമെങ്കിൽ സുപ്രീം കോടതി. ഈ സിദ്ദിഖ് ചെയ്തത് ജില്ലാ കോടതി പോകേണ്ട കാര്യമില്ല, നേരെ ഹൈക്കോടതി പോകാം. ഇനി അവർ വേണ്ട തെറ്റൊന്നുമില്ല. പക്ഷെ ഹൈക്കോടതി നിരസിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സുപ്രീം കോടതിയേ ഉള്ളൂ. അപ്പോൾ അവർക്കും സുപ്രീം കോടതിയേ ഉള്ളൂ. പക്ഷെ അവർക്ക് താഴെ ഒരു സ്റ്റെപ്പ്, ഒരു ഹൈക്കോടതിയിൽ ഒരു കളി കളിക്കാനുള്ള ഒരു ബ്രീത്തിങ് ടൈം ഒക്കെ ഉണ്ട്. ഇതിപ്പോൾ എന്ത് സംഭവിച്ചു? ഇത് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ നിരസിച്ചു കഴിഞ്ഞപ്പോൾ പോലീസ് കാത്തിരുന്ന പോലെ ഇപ്പോൾ പോലീസ് സിദ്ദിഖിനെ അന്വേഷിക്കുന്നു. പോലീസ് ഇനി അന്വേഷിച്ചില്ലെങ്കിൽ തന്നെ മലയാളത്തിലെ ചാനലുകാർ അന്വേഷിച്ച് സിദ്ദിഖിനെ പിടിച്ചിട്ട് പോലീസിന് കൊടുക്കുമെന്നുള്ള രീതിയിലാണ് ചാനലിൽ ബഹളം. ഓ എൻ്റെ അമ്മോ, അവരുടെ വാശിയും പരവേശവും ഒക്കെ കണ്ടു. സുവർണ കാലമല്ലേ ഏട്ടാ ഇപ്പൊ അൻവർ. അപ്പോ അതിരിക്കട്ടെ. ഇത് കൂടാതെ ഇവർ തമ്മിൽ വേറൊരു വ്യത്യാസം കൂടെ വന്നു. ഈ സിദ്ദിഖിന്റെ ജഡ്ജ്മെന്റ് നമ്മൾ മുകേഷിന്റെ ജഡ്ജ്മെന്റ് നമ്മൾ ചർച്ച ചെയ്തു, ഇടവേള ബാബുവിന്റെ നമ്മൾ ചർച്ച ചെയ്തില്ല. പക്ഷെ അതൊരു സിമിലർ കേസാണ് എന്ന് ജഡ്ജി തന്നെ അതിൽ പറഞ്ഞിരുന്നു. മുകേഷ് ചെയ്തത് എന്താന്ന് വെച്ചാൽ, മുകേഷ് പറഞ്ഞു എനിക്ക് ഈ സ്ത്രീയുമായിട്ടൊരു ബന്ധമുണ്ടായിരുന്നു, പക്ഷെ അത് ബലാലായിരുന്നു. ഞാനൊരു ബലം പ്രയോഗിച്ചു. ഇതായിരുന്നു സിദ്ദിഖിന്റെ ആർഗ്യുമെന്റ്. അങ്ങനെയല്ല, ഞാനിങ്ങനെ ചെയ്തിട്ടേ ഇല്ല. എനിക്ക് ഈ പെൺകുട്ടിയെ അറിയാം. ആ തിരുവനന്തപുരത്ത് നിള തിയേറ്ററിൽ എൻ്റെ ഒരു സിനിമ കാണാനായിട്ട് ഞാൻ ക്ഷണിച്ചിരുന്നു. അച്ഛനും അമ്മയും അവരെ കൂടെ വന്നിരുന്നു, കണ്ടുപോയി. അതല്ലാതെ എനിക്ക് യാതൊരു ബന്ധവുമില്ല.
മസ്കറ്റ് ഹോട്ടലിലൊക്കെ ഞാൻ താമസിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്നും ഇത്തരം വൃത്തികേട്ടിനൊന്നും ഞാൻ പോയിട്ടില്ല. ഇതാണ് സിദ്ദിഖിൻ്റെ വാദം. അപ്പോൾ അവിടെ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിദ്ദിഖിൻ്റെ വക്കീൽ ചെറിയ വക്കീലൊന്നുമല്ല, രാമൻപിള്ള സാറാണ്. ബി രാമൻപിള്ളയാണ് സിദ്ദിഖിന് വേണ്ടി ഹാജരായത്. അപ്പോൾ ഇവർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം നടന്നത് എന്നോ 2014 2016 സംഭവം നടക്കുന്നു. ബട്ട് ഇവർ പരിചയപ്പെടുന്നത് 2014 ഈ കംപ്ലൈൻറ്റിൽ ഇവർ പറയുന്നത് ദ അക്യൂസ് ഗോട്ട് ഇൻ ടച്ച് വിത്ത് ഹർ ത്രൂ ഫേസ്ബുക്ക് in 2014. He frequently interacted with her and her mother over the phone and via Skype. എന്നിട്ട് പിന്നെ സിദ്ദിഖ് ചെയ്തത്, he encouraged the survivor to work in the cinema and assured her of all help from his side. ഇങ്ങനെ സിനിമയിൽ ചാൻസ് കൊടുക്കാം, അപ്പടിയാണ് ഇപ്പടിയാണ്, സുഖമായിരിക്കട്ടെ എന്ന് പറഞ്ഞൊരു സിനിമ സിദ്ദിഖിൻ്റെ. ആ സിനിമ കാണാനായിട്ട് തിരുവനന്തപുരത്തേക്ക് ക്ഷണിക്കുന്നു. ഇവർ പോകുന്നു. ഇത് കഴിഞ്ഞിട്ട് സിദ്ദിഖിൻ്റെ മകൻ ഒരു സിനിമ എടുക്കുന്നുണ്ട്. അതിൽ ഒരു റോൾ അഷ്യൂർ ചെയ്യുന്നു. അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാൻ മസ്കറ്റ് ഹോട്ടലിലേക്ക് വിളിക്കുന്നു. അവിടെ വെച്ച് വേണ്ടാതിനൊക്കെ കാണിക്കുന്നു. ആ വേണ്ടാതിനൊക്കെ എന്താണെന്ന് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അതാണ് ഈ ജഡ്ജ്മെന്റ് നമുക്ക് ഉറക്കെ വായിക്കാൻ പറ്റാത്തതാണ്. കാരണം തുടങ്ങുന്നത് സഡൻലി ഹി കിസ്ഡ് ഹെർ ചീക്സ്, നെക്ക്, ലിപ്സ് ആൻഡ് ഷോൾഡേഴ്സ് ആൻഡ് ദെൻ ഹി ഗ്രാബ് ആൻഡ് പ്രസ്ഡ്. അങ്ങനെ ഇവിടെ നിന്ന് താഴത്തേക്ക് പോവുക. ഇത് നമുക്ക് വായിക്കാൻ പറ്റും. ഇതെല്ലാം വിധിയിൽ ഉണ്ട് കേട്ടോ. ജഡ്ജ്മെന്റിൽ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എന്ത് ചെയ്യും? The survivor tried her best to push away the accused, but he തള്ളി മാറ്റാൻ നോക്കി, പറ്റിയില്ല. അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെല്ലാം വൃത്തികേടെല്ലാം. അപ്പോൾ പക്ഷേ ഈ പെൺകുട്ടിക്ക് ധൈര്യം ഉണ്ടായില്ല ഒരു പരാതി കൊടുക്കാൻ. എല്ലാം പേടിച്ചു. കാരണം ഈ പെൺകുട്ടി പറഞ്ഞു, ഞാൻ പരാതി കൊടുക്കും, അച്ഛനോടും അമ്മയോടും ഒക്കെ പറയും. സിദ്ദിഖ് പറഞ്ഞു, നീ പോയി പറയടി, നീ പറഞ്ഞാൽ ആര് വിശ്വസിക്കും? എൻ്റെ സ്റ്റാറ്റസ് എന്താ, നിൻ്റെ സ്റ്റാറ്റസ് എന്താ, നിന്നെ ആരറിയാം, ആര് വിശ്വസിക്കാൻ? നീ എന്താന്ന് വെച്ചാൽ ഞാൻ നോക്കിക്കോളാം. അപ്പം ഇങ്ങനെ ആയി. 2019 ഈ പെൺകുട്ടി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വിട്ടു. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഭംഗ്യന്തരേണ, വ്യക്തമായിട്ടല്ല പക്ഷെ സൂചിപ്പിച്ചു, ഇങ്ങനൊരു സംഭവം നടന്നുവെന്ന് സൂചിപ്പിച്ചു. ഞാൻ ഈ ജഡ്ജ്മെന്റ് വായിച്ച് വെറുതെ സമയം കളയണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ജഡ്ജ്മെന്റിലുള്ളത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇങ്ങനെ സൂചന കൊടുത്തപ്പോൾ സിദ്ദിഖ് ഫേസ്ബുക്കിൽ മെസ്സഞ്ചറിലൂടെ പേടിപ്പിച്ചു. ത്രെട്ടൻ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. തട്ടിക്കളയും എന്ന് പറഞ്ഞോ, അത് കൊന്നുകളയും, അത് നമുക്ക് വാക്കെന്താന്ന് അറിഞ്ഞുകൂടാ. ത്രെട്ടൻ ചെയ്തു ഫേസ്ബുക്കിൽ. കുട്ടി പറയുന്നു. അപ്പൊ പിന്നെ കുട്ടി മിണ്ടാതെയായി, പേടിപ്പിച്ചു, വീണ്ടും പേടിച്ചു. 2024 ഇപ്പൊ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ വന്ന് എല്ലാ സ്ത്രീകളും തുറന്നു പറയാൻ തുടങ്ങിയപ്പോൾ ഇവരും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. എന്നിട്ട് കംപ്ലൈൻറ്റും കൊടുത്തു ബോൾഡായിട്ട്. അപ്പോൾ സിദ്ദിഖിൻ്റെ ഭാഗത്ത് വക്കീലന്മാർ വാദിക്കുന്നത് 2016 നടന്നു എന്ന് പറയുന്ന സംഭവം, അതിന് 2024 കംപ്ലൈൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്യപൂർവമായ ഒരു പരിപാടിയാണ്. 8 വർഷം 9 വർഷമൊക്കെ കഴിഞ്ഞിട്ട് എന്നെ അന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ടൈം ലിമിറ്റേഷൻ ഇല്ല ഇത്തരം കേസുകൾ. വാസ്തവല്ല, ഇതിന് മാത്രമല്ല, ക്രിമിനൽ കേസിൽ ടൈം ലിമിറ്റേഷൻ ഇല്ല. 1-2 വകുപ്പുകൾക്ക് 3 വർഷത്തെ ലിമിറ്റ് ഉണ്ട്, നിസ്സാര വകുപ്പുകൾക്ക്. ബാക്കിയുള്ളതിന് ഒന്നും ടൈം ലിമിറ്റ് ഇല്ല. 40 വർഷം മുമ്പ് നടന്ന കൊലപാതകമാണ്. ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു കൊലക്കേസ്. അതെ അതെ അതെ, പിണറായി വർഗീസിന്റെ കൊലക്കേസ്, അതുപോലെ പിണറായിയുടെ ഈ വാടിക്കൽ രാമകൃഷ്ണൻ കൊലക്കേസ് ഇപ്പോഴും എടുക്കുന്നില്ല, വേറെ കാര്യം. അപ്പോൾ ഇതിങ്ങനെ ഇത്രയും താമസിച്ച്
കംപ്ലൈൻറ്റ് ചെയ്തതുകൊണ്ട് ഇവർക്ക് ക്രെഡിബിലിറ്റി ഇല്ല. മാത്രമല്ല ഇവര് ഫേസ്ബുക്കിൽ എഴുതിയപ്പോൾ മീ ടു എന്ന് പറഞ്ഞ് ഹാഷ്ടാഗ് ഇട്ടു. എന്നിട്ട് 14 പേരുടെ പേരിലാണ് ആരോപണം ഉന്നയിക്കുന്നത്. ഈ സ്ത്രീയുടെ ഭാഷ ഫേസ്ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ അവർ ഔട്ട്സ്പോക്കൺ ആണെന്നും അവർക്ക് ആരെയും യാതൊരു പേടിയുമില്ലെന്നും മനസ്സിലാവും. അതുകൊണ്ട് അവർ ഇപ്പം ഈ ഒരു ഓളമൊന്നും വന്നല്ല, അതിൻ്റെ കൂടെ ഞാനും ആളായിക്കളെ, ആരെയും ആർക്കും എന്തും പറയാമല്ലോ. ആ അവസ്ഥയെ മുതലെടുക്കുകയാണ് ഇവര്. എൻ്റെ കക്ഷി നിരപരാധിയാണ്, ആ മനുഷ്യനൊന്നും അറിഞ്ഞിട്ടില്ല. അവരിപ്പോൾ സിനിമ കാണാൻ വിളിച്ചു, സിനിമ കാണാൻ വന്നു, അച്ഛനും അമ്മയും കൂടെ ഉണ്ടായിരുന്നു, അവരവരുടെ പാട്ടിന് പോയി, ഞാൻ മസ്കറ്റ് ഹോട്ടലിൽ പോയി എൻ്റെ കാര്യം വെറുതെ എന്നെ ഉപദ്രവിക്കുന്നു. ഇപ്പം നാട്ടു പെണ്ണുങ്ങളെല്ലാം കൂടെ ഇറങ്ങിയിരിക്കുകയാണ് മനുഷ്യനെ ചീത്തയാക്കാനായിട്ട്. 14 പേരുടെ ലിസ്റ്റ് ഇട്ടു, അതിൽ എന്നെ അങ്ങ് ചേർത്തു. മസ്കറ്റ് ഹോട്ടൽ അവർക്കറിയാം ഞാൻ മസ്കറ്റ് ഹോട്ടലിൽ അന്ന് താമസിച്ചിട്ടുണ്ടെന്ന്. അത് വെച്ചിട്ട് മസ്കറ്റ് ഹോട്ടലിൽ നിന്നും പറഞ്ഞു തട്ടി എവിഡൻസ് പോലെയായി. എന്നിട്ട് ഇതെല്ലാം കൂടെ ബഹളം വെച്ചിട്ട് എന്നെ വെറുതെ കുരിശിക്കയറ്റുകയാണ്. ഇതാണ് മാത്രമല്ല, ഞാൻ ബലാത്സംഗം ചെയ്തു എന്നൊരു കേസ് അവർക്കില്ല. ബലാത്സംഗം ചെയ്തു എന്നൊന്നും അവർ പറയുന്നില്ല. മോശമായിട്ട് പെരുമാറി, അങ്ങനെ ചെയ്തു, അപമാനിച്ചു എന്നൊക്കെ അല്ലാതെ ബലാത്സംഗം ചെയ്തു എന്നൊന്നും അവർ പറയുന്നില്ല. ആ പാർട്ടില്ല. അതുകൊണ്ട് IPC 375 നിലനിൽക്കില്ല. ഇതാണ് റേപ്പ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഇതിലുണ്ട്. IPCയിൽ 375 ഇവിടെ വായിക്കാൻ കൊള്ളില്ല നമുക്ക്. റേപ്പ് എന്താണ് എന്ന് ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് ഈ അവയവങ്ങളുടെയൊക്കെ പേരും അതിൻ്റെ പ്രവൃത്തിയും സംഗതിയും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എഴുതിയാണ് IPC 375 വെച്ചിരിക്കുന്നത്. നല്ലൊരു അശ്ലീല പുസ്തകം കൂടെയാണ് IPC. അതിപ്പം മറ്റേ പുതിയ ന്യായസംഹിതയിൽ ഇതൊക്കെ തന്നെ ഇതിനപ്പുറമുണ്ട്. ന്യായസംഹിത കുറച്ചുകൂടെ ഈ സ്ത്രീകളെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൃത്യം പ്രവൃത്തി എഴുതണം, എങ്കിലേ നിയമത്തിൽ അത് നിലനിൽക്കുള്ളൂ. അപ്പൊ അത് അശ്ലീലമായിട്ടല്ല, ഒരു ഡോക്ടർ ഈ അവയവങ്ങളെ കാണുന്ന പോലെയാണ് ജഡ്ജിമാർ ഇത് കാണാറുള്ളത്. ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ മസാലയല്ല അവരുടെ മനസ്സിൽ തെളിയുന്നത്, ആ ക്രൈമാണ് അവർ ഒബ്സർവ് ചെയ്യുന്നത്. ബട്ട് നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ സാധാരണക്കാരല്ലേ. ഞാൻ വക്കീലൊക്കെ ആണെങ്കിലും കൂടുതലും സാധാരണക്കാരനാണല്ലോ. മാത്രമല്ല നമ്മുടെ പത്രികയുടെ കേൾവിക്കാർക്ക് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അവർക്ക് വായിക്കണം താല്പര്യമുള്ളവർക്ക് ഒന്ന് ഈ ജഡ്ജ്മെന്റ് വായിക്കുക, അല്ലെ IPC എടുത്ത് വായിക്കും. ഇത് പറയേണ്ട കാര്യമില്ല. അപ്പൊ IPCയിൽ പറഞ്ഞ 375 അനുസരിച്ചുള്ള ഒരു റേപ്പ് നടന്നിട്ടില്ല. അപ്പൊ ആ 375 അട്രാക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഞാൻ നിയമത്തിൽ എപ്പോഴും നോക്ക്, നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞില്ലേ, ഗുരുവായൂർ അമ്പലനടയിൽ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്ത് കൂടാ. ശരി, ബർത്ത്ഡേക്ക് അല്ലാതെ കേക്ക് കട്ട് ചെയ്യാമോ എന്നൊരു ചോദ്യമില്ലേ? ഇതാണ് ലീഗൽ പ്രശ്നം. സാധാരണ ആൾക്കാർ വിചാരിക്കുമ്പോൾ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്തുകൂടാ, വേറെ ആരെങ്കിലും കേക്ക് കൊണ്ട് ഇതൊന്നും ഇവിടെ പറ്റില്ല എന്ന്. ചേട്ടാ, ഇത് ബർത്ത്ഡേ കേക്ക് അല്ല, വെറും കേക്കാണ്. ഇതേ നോക്ക്, ഗ്രീറ്റിംഗ്സ് എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ, ഒരു ജനറൽ ഗ്രീറ്റിംഗ്. ഇങ്ങനെ ഒരാൾ തർക്കിക്കുമെന്ന് സാധാരണ മനുഷ്യർ സങ്കല്പിക്കില്ല, പക്ഷേ നിയമത്തിൽ അതൊക്കെ വരും. ആ തർക്കമാണ് IPC 375 റേപ്പിനൊരു ഡെഫിനേഷൻ ഉണ്ട്. ആ ഡെഫിനേഷൻ വെച്ചുള്ള റേപ്പ് നടന്നു എന്ന് ഇവർക്കൊരു കേസില്ല. അതുകൊണ്ട് ഈ കേസ് നിലനിൽക്കില്ല. ഇതാണ് രാമപിള്ള സാറിന്റെ വാദം. പക്ഷെ ഈ വകുപ്പ് വെച്ചിട്ടാണ് കേസും. ഈ വകുപ്പ് വെച്ചിട്ടാണ് കേസെടുത്തിരിക്കുന്നത്. ഇപ്പൊ നിലനിൽക്കാത്ത ഒരു വകുപ്പ് വെച്ചിട്ടാണ് കേസെടുത്തിരിക്കുന്നത്. അപ്പോൾ 8-9 വർഷത്തെ ഡിലേ. നേരത്തെ ചേട്ടൻ പറഞ്ഞ ഈ കിസ്, അങ്ങനെ അവിടെ ഷോൾഡർ ടച്ചിങ്, ഇതൊക്കെ അതൊന്നും ഇതില് അല്ല, വകുപ്പ് വേറെയാണ്. വകുപ്പ് വേറെ. ഓക്കെ ഓക്കെ. ഇത് വരില്ല എന്നാണ് അട്രാക്ട് ചെയ്യുന്നില്ല. അറ്റാക്ക് ഈ ഇതിനകത്ത് എന്താന്ന് വെച്ചാൽ, ഈ റേപ്പ് ഇതിനകത്ത് ഇല്ലാന്ന് വെച്ചോ, മറ്റ് സാധനങ്ങളാണ്. തൊട്ടു, തലോടി, പിടിച്ചു, പിച്ചി, നുള്ളി, ഞെക്കി എന്നൊക്കെ പറയുന്ന പരിപാടി ഉണ്ടല്ലോ. അതിന് ചിലപ്പോൾ ആന്റിസിപ്പേറ്ററി ബെയിൽ കൊടുക്കും കോടതി. കാരണം ക്രൈം അത്ര വലുതല്ലല്ലോ. റേപ്പ് എന്ന് പറയുമ്പോൾ അത് അൾട്ടിമേറ്റ് ക്രൈമായി. ജീവപര്യന്തം ജീവപര്യന്തം തടവ് വരെ കിട്ടാവുന്ന കുറ്റമാണ് IPC 375 റേപ്പ്. 376 അതിന്റെ ശിക്ഷ. അപ്പോ IPC 375 നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാരന്റെ കോടതിയുടെ തീവ്രത കുറവ്. പക്ഷെ ഈ രാമപിള്ള സാറ് അറ്റാക്ക് ചെയ്യുന്നത്
ഈ IPC 375 ഇല്ല എന്ന് വരുത്തുക. ഇല്ല എന്ന് വരുത്തി കഴിഞ്ഞാൽ മറ്റ് കുറ്റങ്ങളൊക്കെ ഇപ്പൊ ശരി, അത് ട്രയൽ കോടതി തീരുമാനിക്കട്ടെ, ഞാൻ മുൻകൂർ ജാമ്യം തരാമല്ലോ, ഈ മഹാഭാവമൊന്നും ചെയ്തിട്ടില്ല, മറ്റേന്തോ തൊട്ടുതോ തലോടി പിടിച്ചു എന്നൊക്കെ പറഞ്ഞല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് നെക്സ്റ്റ് വാദം വരും. അതുകൊണ്ടാണ് അതിൻ്റെ ആ ബേസിക് സ്ട്രക്ചറിൽ രാമപിള്ള സാറ് അറ്റാക്ക് ചെയ്യാൻ കാര്യം അതാണ്. ഈ സാധനം നിലനിൽക്കില്ല എന്ന് പറഞ്ഞാൽ മറ്റ് സാധനങ്ങൾക്ക് നമുക്ക് മറ്റു സാധനങ്ങൾ നിലനിൽക്കുകയോ നിൽക്കാതിരിക്കുകയോ മുൻകൂർ ജാമ്യം കിട്ടുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആവശ്യം. ഈ സാധാരണ മനുഷ്യരെ പോലെയുള്ള രാമപിള്ള സാറിനെ പോലെയുള്ള വക്കീലന്മാർ ഭയങ്കര കോൺസെൻട്രേഷനാണ്. നമുക്കിപ്പോൾ എന്താ വേണ്ടേ? മുൻകൂർ ജാമ്യം. ഞാൻ കുറ്റവാളിയല്ല, നിരപരാധിയാണെന്ന് പ്രഖ്യാപിക്കും. ഇതൊന്നും അല്ലല്ലോ, മുൻകൂർ ജാമ്യം. ഇതാണ് നമ്മുടെ അറസ്റ്റ് ഒഴിവാക്കണം. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടത്? 375 ഇല്ലാതാക്കുക ആദ്യം. അറ്റാക്ക് 375, അത് ജഡ്ജിയെ ബോധ്യപ്പെടുത്തുക. മറ്റു കാര്യങ്ങൾ rest of the things, see, when 375 is not there, when the foundation has collapsed, the superstructure must collapse. Anyway, imagining that still the superstructure is remaining, but still anticipatory bail is not a big thing. Any condition may be. ഇങ്ങനെ നടന്നു കേട്ടാ അതാണ് ഈ സാമർഥ്യം എന്ന് പറയുന്നത്. പക്ഷേ ജഡ്ജി ഇത് എടുത്തില്ല. പ്രോസിക്യൂഷൻ പറഞ്ഞു ഈ IPC 375 നിലനിൽക്കും, ഈ പറഞ്ഞ മസ്കറ്റ് ഹോട്ടലിൽ ഈ കുട്ടി പോയതിന് തെളിവില്ല, ഞാൻ മാത്രമേ പോയുള്ളൂ എന്ന് പറയുന്നത് നിലനിൽക്കുന്നതല്ല. ഞങ്ങളുടെ കയ്യിൽ സാക്ഷിമൊഴികളുണ്ട്. ഈ പെൺകുട്ടി അവിടെ പോയതിന് ദൃക്സാക്ഷികളുണ്ട്. അവിടെ നടന്ന സംഭവങ്ങൾക്ക് ദൃക്സാക്ഷികളുണ്ട്. സംഭവങ്ങൾക്കും ഈ കുട്ടി പോകുന്നതും ഉണ്ടായിരുന്നു, റൂമിൽ വേറെ ആരും ഇല്ല, റൂമിൽ പോയി തിരിച്ചു വന്നു എന്നുള്ളത് അത് എസ്റ്റാബ്ലിഷ് ചെയ്ത തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് ആയല്ലോ. അപ്പൊ ഈ ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് മുൻകൂർ ജാമ്യത്തിന്റെ അപേക്ഷയാണ്, കേസിന്റെ വിചാരണയല്ല. ഇപ്പൊ കേസിന്റെ വിചാരണയിൽ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ ഒന്നും തന്നെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പരിഗണിക്കില്ല കോടതി. അല്ല അവിടെ പോയതിന് തെളിവുണ്ടോ ഇങ്ങനെയൊന്നും ചോദിക്കില്ല. കാരണം തെളിവ് സംഗതിയൊക്കെ ട്രയൽ കോടതി നോക്കേണ്ട കാര്യങ്ങളാണ്. ഇവിടെ പ്രഥമ ദൃഷ്ടിയ ഒരു കേസുണ്ടോ, ആ കേസിന്റെ ഗൗരവം എത്രയാണ്? അതുകൊണ്ടാണ് രാമപിള്ള സാറ് ഈ മസ്കറ്റ് ഹോട്ടലിൽ പെങ്കൊച്ചു പോയില്ല എന്നുള്ള തർക്കത്തിലേക്കൊന്നും രാമപിള്ള സാർ പോകുന്നില്ല. രാമപിള്ള സാറ് IPC 375 നിലനിൽക്കില്ല. നമ്പർ 2, 10-14 പേരിൽ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുന്ന കക്ഷിയാണ്. ഇവരൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. ട്രയൽ കോടതി തീരുമാനിക്കട്ടെ, അതുവരെ എൻ്റെ കക്ഷിക്ക് മുൻകൂർ ജാമ്യം തരണം. അറസ്റ്റ് ചെയ്ത് പോലീസുകാരൻ്റെ കയ്യിൽ കൊണ്ടുപോകേണ്ട കാര്യമൊന്നും ഇതിലില്ല. എന്നിട്ടും കിട്ടിയില്ല. ഈ സ്ത്രീ ഇവർ പറഞ്ഞത് സത്യമാണെന്ന് തന്നെ വെച്ചോ. അങ്ങനെയാണെങ്കിൽ പോലും IPC 375 വെച്ച് അത് റേപ്പാകുന്നില്ല. ഇതാണ് വാദം. നിങ്ങൾ പറയുന്നത് മുഴുവൻ അംഗീകരിച്ചാൽ പോലും ഇത് ഒഫൻസ് അല്ലെന്നേ ആകുന്നില്ല. പിന്നെ നിങ്ങളാണെങ്കിൽ ഒരു ഇങ്ങനെ ചുമ്മാ നാട്ടുകാരുടെ പേര് മുഴുവൻ ഫേസ്ബുക്കിൽ എഴുതിയിടുക, അതിനകത്ത് കേസെടുക്കാനൊരു പോലീസും. ഇതെന്തുള്ളപ്പനും മനുഷ്യനോട് 8 കൊല്ലം മുമ്പ് നടന്ന കാര്യം തെളിവ് നശിപ്പിക്കാനൊന്നും ഇനിയിപ്പം കോടതി അത് സമ്മതിച്ചില്ല. കോടതി ഡീറ്റെയിൽ ആയിട്ട് സുപ്രീം കോടതി ജഡ്ജ്മെന്റ് എടുത്ത് അതില് കോടതി ആ വകുപ്പ് അങ്ങോട്ട് കംപ്ലീറ്റ് അങ്ങ് എഴുതിയിരിക്കുകയാണ്. 375 rape. A man is said to commit rape if he. പിന്നെയുള്ളത് വായിക്കാൻ പറ്റില്ല. മുഴുവൻ അവയവങ്ങളിലേക്ക് താഴെ പറയുന്ന കാര്യങ്ങൾ ഒരാൾ ചെയ്താൽ എന്ന് പറഞ്ഞിട്ട് ഈ കാര്യങ്ങൾ 1, 2, A, B, C, D, അത് കൂടാതെ against her will, secondly, thirdly, fourthly, fifthly, sixthly, ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്താലും ഒരു ചെറുവിരലിന്റെ നഖം കൊണ്ടൊന്ന് പൊറിയാൽ അത് IPC-യിലുണ്ട്, രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പോൾ ജഡ്ജി പറഞ്ഞു പ്രൈമ ഫേസി, ഈ രാമപിള്ള സാർ പറയുന്ന പോലെ IPC 375 നിൽക്കുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ട്രയൽ കോടതി തീരുമാനിക്കേണ്ടതാണ്. പ്രൈമ ഫേസി ഒരു IPC 375 ലക്ഷണമുണ്ടോ ഇതിൽ? ഉണ്ട്. ആ ലക്ഷണങ്ങളെല്ലാം തികഞ്ഞിട്ടുണ്ട്. പിന്നെ അതുതന്നെയാണോ സത്യാവസ്ഥ എന്ന് ട്രയൽ കോടതിയാണ് തീരുമാനിക്കേണ്ടത്. ബെയിൽ കോർട്ടിന് അതിന് പോകേണ്ട കാര്യമില്ല. ബെയിൽ കോർട്ടിൽ പ്രൈമ ഫേസി ഒഫൻസ് ഉണ്ട്. നമ്പർ 2,
ഇദ്ദേഹത്തിന് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കൊടുത്തു കഴിഞ്ഞാൽ തെളിവ് നശിപ്പിക്കാനുള്ള കഴിവുണ്ടോ? ഉണ്ട്. അത്രയ്ക്ക് പവർഫുള്ളാണ് സിദ്ദിഖ്. അത് എല്ലാവരും സമ്മതിക്കും. സിദ്ദിഖ് ഇതിനിടയ്ക്ക് എന്ത് ചെയ്തു? ഒരു മണ്ടത്തരം കാണിച്ചു. സ്വന്തം ഫേസ്ബുക്ക് ഡിലീറ്റ് ചെയ്തു. അപ്പോൾ ഈ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇപ്പോൾ സംഭവിക്കുന്ന ഒരു തെളിവ് നശിപ്പിക്കലായിട്ടാണ്. ആർക്കും സ്വന്തം ഫേസ്ബുക്ക് ഡിലീറ്റ് ചെയ്യാം. പക്ഷേ അതൊരു ക്രിമിനൽ കേസിൽ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ എന്തിനാണ് നിങ്ങൾ ഫേസ്ബുക്ക് ഡിലീറ്റ് ചെയ്തത്? അയ്യോ അത് മാനേജ് ചെയ്യാൻ വലിയ പ്രയാസം. അതല്ലെങ്കിലും നിങ്ങളുടെ അഡ്മിനല്ലേ മാനേജ് ചെയ്യുന്നത്, നിങ്ങൾ സ്വയം മാനേജ് ചെയ്യുന്നതല്ലോ. പല ആളുകളും ഫിലിം സ്റ്റാറും പൊളിറ്റീഷ്യൻസും ഒക്കെ അവരുടെ ഫേസ്ബുക്ക് അവരെല്ലാം അഡ്മിനാണ് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ വെറുതെ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് ഒരു അഡ്മിനാണ് നടത്തുന്നത്, അതിനകത്ത് ഒരു ഗുന്തവും ഇല്ല. അത് വേറെ കാര്യം, ഞാനും ഒന്നും എഴുതാറില്ല. ബട്ട് എനിക്കിത് ചെയ്യാനുള്ള ഒരു സാമർഥ്യമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും? എനിക്ക് എഴുതാനുള്ളത് എഴുതി അയാൾക്ക് കൊടുക്കും. അയാളത് അപ്ലോഡ് ചെയ്യും. അക്ഷരത്തെറ്റുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് റെഡിയാൽ അപ്ലോഡ് ചെയ്യും. ചിലത് അയാൾ പറയും, സാറ് ഇങ്ങനെ ഒന്നും എഴുതണ്ട, സാറിൻ്റെ ഇമേജിന് ഇത് മോശമാണ്. നമ്മൾ ചിലപ്പോൾ ദേഷ്യം വന്നു കഴിയുമ്പോൾ ഇച്ചിരി കടുത്ത ഭാഷയിലൊക്കെ എഴുതുമല്ലോ. എനിക്ക് ദേഷ്യം വന്നെന്ന് വിചാരിച്ചിട്ട് അയാൾക്ക് ദേഷ്യം വരുന്നില്ല. അയാൾ കൊടുത്തു കഴിയുമ്പോൾ അയാൾ നോക്കി സൂട്ടബിൾ ആണോ അല്ലയോ, സാർ പറഞ്ഞ കാര്യമൊക്കെ ശരിയാണ്, പക്ഷെ ഇപ്പൊ നമ്മൾ പറയുന്നത് എന്റെ ഫേസ്ബുക്കല്ലേ ഇട്, വരട്ടെ സാറ് ഒന്ന് തണുത്തിട്ട് നോക്കാം. പിറ്റേ ദിവസം ഞാൻ തന്നെ പറയും അതിലുണ്ടാകും. ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ. അപ്പോ ഇയാൾക്ക് ഒരു ഒരു റീസൺ ഇല്ല അത് പറയാം. ഫേസ്ബുക്ക് എന്തുകൊണ്ട് ഡിലീറ്റ് ചെയ്തു എന്ന് പറയാം. മാത്രമല്ല ഈ ഡിലേ ഇത്രയും 7 വർഷം 8 വർഷമൊക്കെ ഈ വിക്ടിമിൻ്റെ ഭാഗത്തു നിന്ന് ആലോചിച്ച് നോക്കി. 7 8 വർഷം ഇങ്ങനത്തെ ഒരു സംഭവം മനസ്സിലിട്ട് പെൺകുട്ടികൾ ഉരുട്ടിക്കൊണ്ട് നടക്കും. പറയണോ വേണ്ടേ, പറയണോ വേണ്ട, പറഞ്ഞാൽ അച്ഛൻ എന്തായിരിക്കും റിയാക്ഷൻ, അമ്മ എന്തായിരിക്കും റിയാക്ഷൻ, നീ എന്തിനു പോയി അവിടെ? അതാണ് പെൺകുട്ടികൾ ആദ്യം നേരിടുന്ന ചോദ്യം. ഇതാണ്. എന്നെ ആരെങ്കിലും കയറി പിടിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ പൊതുവെ നീ അവിടെ പോയത് എന്തിനാ? ബ്രോഡ്വേയിൽ പോകുമ്പോൾ പട്ടാപ്പകൽ ഒരുത്തിന് എന്നെ കയറി, അപ്പൊ തന്നെ ചോദ്യം, നീ ബ്രോഡ്വേ പോയത് എന്തിനാ? പട്ടാപ്പകലാണെങ്കിൽ കാര്യം ബ്രോഡ്വേയിൽ വസ്ത്രം ധരിച്ചതിനെന്തെങ്കിലും കുഴപ്പം, അത് പ്രശ്നം. നീ നേരത്തെ തന്നെ ഞാൻ പറയാറുണ്ട്, ഇതുപോലത്തെ ബ്ലൗസും ഷർട്ടും അല്ല ബ്ലൗസും അല്ല എന്നുള്ള കുന്തായിട്ടോണ്ടല്ലേ നീ നടക്കുന്നു എന്നിട്ട് പെണ്ണിനെയാണ് എല്ലാവരും കുറ്റപ്പെടുത്തുക. അപ്പൊ പെണ്ണ് എന്ത് ചെയ്യും? മിണ്ടാതെ ഇത് ഇങ്ങനെ നെഞ്ചിലിട്ടുരുട്ടി നാശമായി. അവസാനം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു, എങ്ങും തൊടാതെ. അതിന് ഇദ്ദേഹം പേടിപ്പിക്കുന്നു. ഞാൻ എന്ത് വിചാരിച്ചാണ് ഇട്ടിരിക്കുന്നത്? ആരുടെ കളിക്കുന്നറിയാമോ? പേടിച്ചു. പിന്നെ ഒന്നും മിണ്ടിയില്ല. അത് കഴിഞ്ഞപ്പോഴാണ് കോടതി അത് പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന് അതിൽ കോടതി ഇടപെട്ടപ്പോഴാണ് ആളുകൾക്ക് ഈ ധൈര്യം വന്നത്. വ്യക്തമായിട്ട് ജസ്റ്റിസ് CS ഡയസ് ഇതിൽ പറഞ്ഞു. In the light of the reference made by the learned public prosecutor to the Justice Hema Committee report, this court finds it necessary to state the background facts regarding the report briefly. ഇത് ഈ പ്രോസിക്യൂട്ടർ ഇത് പറയുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴാണ് ഇവർക്ക് ഒരു ധൈര്യം വന്നത്. പലർക്കും ധൈര്യം വന്ന കൂട്ടത്തിൽ ഇവർക്കും ധൈര്യം വന്നു. ഇതൊക്കെ ചെയ്യാം, നോക്കാനും ചോദിക്കാനും ഒക്കെ ആളുണ്ട് എന്ന്. അപ്പം ഇത് വലിയ കാര്യമൊന്നുമല്ല എന്നാണ് ജസ്റ്റിസ് ഡയസ് പറയുന്നത്. The government of Kerala had appointed an expert 3-member committee headed by Justice Hema to study and report the issues faced by women and suggest solution to their problem. Although the expert committee submitted the report to the government in 2019, 2019 റിപ്പോർട്ട് കൊടുത്തെങ്കിലും mysteriously the government maintained a sphinx-like silence for 5 years. വേർഡ്സ് ഭയങ്കരമാണ് കേട്ടോ. സ്ഫിങ്സ് ലൈക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ വരും, ഉയർത്തെഴുന്നേൽക്കും. അപ്പോ ഈ സ്ഫിങ്സ് ലൈക്ക് തല്ലിക്കൊന്ന് കട്ടിക്കിടിച്ചാൽ മിണ്ടാത്ത രീതിയിൽ 5 വർഷം ഗവൺമെന്റ് ഇതിന്റെ പുറത്ത് അടയിരുന്നു. അത് മിസ്റ്റീരിയസ് ആണ്, ഒരു വലിയ മിസ്റ്ററിയാണ്, ഒരു പ്രഹേളികയാണ്.
എന്തുകൊണ്ട് അടയിരുന്നു എന്നുള്ളത്. അൾട്ടിമേറ്റ്ലി ഇറ്റ് വാസ് ഓൺലി ത്രൂ ദ ഇന്റർവെൻഷൻ ഓഫ് ദിസ് കോർട്ട് ദാറ്റ് ദ റിപ്പോർട്ട് സോ ദ ലൈറ്റ് ഓഫ് ദ ഡേ. അതും സത്യം. കോടതി ഇടപെട്ടിട്ടാണ് ആ റിപ്പോർട്ട് പുറത്തു വന്നത്. സബ്സിക്വലി ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എറ്റ്സെട്ര എറ്റ്സെട്ര. പിന്നെ അദ്ദേഹം പറയാണ്, ദെർഫോർ ഐ റെഫ്രെയിൻ ഫ്രം ഡെൽവിങ് ഇൻ ടു ദ ആസ്പെക്ട്. എന്തുകൊണ്ട്? ദ ആക്ഷൻ ടേക്കൺ ടു ബി ഈസ് ബീയിങ് ഇൻഡിപെൻഡൻ്റ്ലി എക്സാമിൻഡ് ബൈ എ ഡിവിഷൻ ബെഞ്ച് ഓഫ് ദിസ് കോർട്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്ത് ചെയ്യണം എന്നുള്ളത് ഈ കോടതിയുടെ ഒരു ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയിൽ ഇരിക്കുന്ന കാര്യമായതുകൊണ്ട് ദെർഫോർ ഐ റെഫ്രെയിൻ ഫ്രം ഡെൽവിങ് ഇൻ ടു ദ ആസ്പെക്ട്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അവിടെ ഗവൺമെന്റിന്റെ വലിയ മഹത്വമൊന്നും എൻ്റെ മുമ്പിൽ പറയണ്ട. പ്രോസിക്യൂഷൻ പറഞ്ഞല്ലോ, ഹേമ കമ്മിറ്റി വന്നപ്പോൾ ധൈര്യം വന്നു. ഹേമ കമ്മിറ്റി 5 വർഷം പൂർത്തീകരിച്ച ആളാണ് നിങ്ങൾ പറയുന്നു ഹേമ കമ്മിറ്റി വന്നപ്പോൾ ധൈര്യം വന്നു. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നേരത്തെ പുറത്തു 5 വർഷം മുമ്പേ ഈ കുട്ടി പരാതി തരില്ലായിരുന്നോ? എന്ന് പറഞ്ഞാൽ ഇതിന് വേറൊരു ഇതുണ്ടല്ലോ കേട്ടോ. അതായത് ഈ കോടതി ആ വീഡിയോ ക്ലിപ്പ്, സൗണ്ട്, ഇങ്ങനെ എല്ലാം കോൺഫിഡൻഷ്യൽ ആയിട്ടിരുന്ന എല്ലാം ഇവർ അറിഞ്ഞിരിക്കുന്ന ആളുകളാണ് കോടതി. അതെ. അപ്പൊ അവരൊരു വേറൊരു രീതിയിലാണ് ഈ ഇഷ്യൂനെ കാണുന്നത് എന്നുള്ളത്. അല്ല, അതല്ല, ആ ബെഞ്ചിൽ ഡയസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ജസ്റ്റിസ് ഡയസ് ഒരു പക്ഷേ ഇത് പരിശോധിക്കുന്ന ബെഞ്ചിലും ഉണ്ടാവില്ല. നോക്കുമ്പോഴേട്ടാ എനിവേ അദ്ദേഹം പറഞ്ഞു, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അതുകൊണ്ട് സർക്കാരിന്റെ മഹത്വമൊന്നും എന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണ്ട. നിങ്ങൾ 5 വർഷം ഇതിന് പുറത്ത് അടയിരിക്കുന്നതാണ്. ഇപ്പൊ നിങ്ങൾ കയറിയിട്ട് ഞങ്ങളുടെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ധൈര്യം കിട്ടി. താൻ റിപ്പോർട്ട് 5 വർഷം കൈ വെച്ചുകൊണ്ടിരുന്നു, കക്ഷത്തിലെ അർക്കം കൊടുക്കാതെ. എന്നിട്ട് ഇപ്പൊ താൻ വലിയ ആള് കളിക്കുന്നു എൻ്റെ മുമ്പിൽ എന്നുള്ളൊരു ശകാരമാണത്. സർക്കാർ വലിയ ആളൊന്നും കളിക്കണ്ട. ഇപ്പൊ കേസ് കിട്ടിക്കഴിഞ്ഞപ്പോ വലിയ ഇതാന്ന് പറയുന്നത്. ഒന്നുമല്ല, നിങ്ങളാണ് ഇത് മൂടി വെച്ചത്. ഇവര് 5 വർഷം മുമ്പേ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നു എന്ന് വെച്ചോ, 5 വർഷം മുമ്പ് ഈ കുട്ടി ഈ പരാതി കൊടുക്കുമായിരുന്നു. അങ്ങനെയാണ് സത്യം. അങ്ങനെയാണെങ്കിൽ വെറും 3 വർഷത്തെ ഡിലേ വരുമായിരുന്നുള്ളൂ. അപ്പൊ ഇതിന്റെ ഉത്തരവാദി ആരാ? സർക്കാരല്ലേ. അപ്പൊ അതുകൊണ്ട് സർക്കാരിന്റെ മഹത്വം എന്നെ കേൾപ്പിക്കേണ്ട. ഞാൻ മെറിറ്റിൽ പോയിട്ടാണ് ഇദ്ദേഹത്തിന് ജാമ്യം നിഷേധിക്കുന്നത്, അല്ലാതെ നിങ്ങളുടെ വാദം കേട്ടിട്ടൊന്നുമല്ല. എന്നിട്ട് പുള്ളി ടേണിംഗ് ബാക്ക് ടു ദ കേസ് ഓൺ ഹാൻഡ് കുറെ ഉണ്ട്. ഈ ഹേമ കമ്മിറ്റി പുള്ളി സർക്കാരിനെ വിമർശിച്ച് നിരന്തരം എഴുതിയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ചേട്ടൻ ഫേസ്ബുക്ക് ഡിലീറ്റ് ചെയ്ത് പറഞ്ഞത് അതോടൊപ്പം തന്നെ ഇദ്ദേഹം അമ്മയെന്ന് റിസൈൻ ചെയ്തതും ഇൻഫ്ലുവൻസ് ആയിക്കോണോ? അതൊരു കുറ്റസമ്മതം പോലെ വരുമോ? അല്ല, അത് പറഞ്ഞൊന്നുമില്ല. അതിനെപ്പറ്റി പരാമർശമൊന്നുമില്ല. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മൊത്തം എക്സിക്യൂട്ടീവ് കമ്മിറ്റി തന്നെ രാജിവെച്ചല്ലോ. അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള നിലയ്ക്ക് സിദ്ദിഖ് രാജിവെച്ചു. തൊട്ട് പിന്നാലെ ബാക്കിയുള്ളവരെല്ലാം, മോഹൻലാൽ അടക്കം എല്ലാവരും രാജിവെച്ചു. അതൊരു ഇവന്റ് അല്ല. ബട്ട് ഇദ്ദേഹം പറഞ്ഞു, ഈ അതിൽ ഒരുപാട് സുപ്രീം കോടതി ജഡ്ജ്മെന്റ്സ് 2 ഭാഗത്തു നിന്നും പറയുന്നുണ്ട്. രാംപിള്ള സാറും ഇതുപോലെ ഡിലേ ആയതിന്റെ കാരണങ്ങൾ അത് നിലനിൽക്കില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞ ജഡ്ജ്മെന്റ്, ഇപ്പുറത്തുനിന്ന് നിലനിൽക്കും, ഡിലേ ആയാൽ പോലും ഇത്തരം കേസുകൾ എടുക്കേണ്ടത് തന്നെയാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞ ജഡ്ജ്മെന്റ്സ് ഇവരുമൊക്കെ ഹാജരാക്കുന്നു. അതെല്ലാം അദ്ദേഹം ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഇതിനകത്ത് ഈ ഇത് നടക്കുമ്പോഴത്തേക്കിന് മുകേഷിന്റെ കേസിൽ കൺസെന്റ് ഉണ്ടായിരുന്നും ചില ഇമെയിലുകളും ഒക്കെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് അദ്ദേഹത്തിന് പ്രൊഡ്യൂസ് ചെയ്യാൻ. ഇവിടെ ഇതൊന്നും, അപ്പൊ കൺസെന്റ് എന്ന് എടുക്കാനും പറ്റില്ല. ഇവിടെ വേറെ പ്രൂഫ് ഇല്ല. വേറെ പ്രൂഫ് ഇല്ല. മറ്റിടത്ത് താങ്ക് യു, യു ആർ സോ കൈൻഡ് ടു മീ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് പ്രശ്നം. മാത്രമല്ല, അൺറിലേറ്റഡ് ആയിട്ടുള്ള കേസിൽ വേറൊരു വക്കീലിനെതിരെ ഇതുപോലെ പീഡന പരാതി കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്തിട്ട് നടക്കുന്ന ഒരാള് മുകേഷിന് അവിടെ സ്ഥാപിക്കാൻ പറ്റി. മൾട്ടിപ്പിൾ ആളുകൾ. ഇദ്ദേഹത്തിന് അതൊന്നും ചെയ്യാൻ പറ്റിയില്ല. അദ്ദേഹത്തിന് വേറെ ഈ മീറ്റു എന്ന് ഹാഷ്ടാഗ് ഇട്ടു, അതിന് 14 പേരുടെ പേര് പറഞ്ഞു എന്നുള്ളതാണ്. അത് ശരി, 14 പേരുടെ പേരും ഒരുമിച്ച് പറഞ്ഞു. അത് പണ്ട് വേറൊരു കേസിൽ വേറൊരാളിനെതിരെ, അവിടെ ഇയാൾക്കെതിരെ മറ്റിടത്ത് വേറൊരു വഴക്ക്, ഇങ്ങനെ നടന്ന ആളല്ലോ. അവരാകെ ഒന്നേ ചെയ്തുള്ളൂ. അത് മാത്രമല്ല, ജസ്റ്റിസ് ഡയസ് പറയുന്നു, ഈ പരാതി തന്ന ആളിൻ്റെ ക്യാരക്ടർ കോടതിക്ക് വിഷയമല്ല. അത് നേരത്തെ ഒരു സുപ്രീം കോടതി സെറ്റിൽ ചെയ്ത കാര്യമാണ് കേട്ടോ. ഇയാള് ഒരു ലൂസ് ക്യാരക്ടറാണ് എന്നുള്ളത് നിങ്ങളുടെ ബലാത്കാരത്തിന് ന്യായമാകുന്നില്ല. അയാൾ ലൂസായിട്ട് നടക്കണമെങ്കിൽ അയാൾ ലൂസായിട്ട് നടക്കും. പക്ഷെ അയാളുടെ പുറത്ത് ബലം പ്രയോഗിക്കാൻ നിങ്ങൾക്ക് എന്താ അവകാശം? അതെ, കൺസെന്റ് ഇസ് എ മസ്റ്റ്.
അപ്പൊ അങ്ങനെ ഇത് എല്ലാം തള്ളിക്കളയുകയും അദ്ദേഹം പറഞ്ഞു, മൈ റീസൺ ടേണിംഗ് ബാക്ക് ടു ദ കേസ് ആൻ ഓവറോൾ സ്ക്രൂട്ടിനി ഓഫ് ദ ഫാക്ട്സ്, the law on the point, and my reasoning given above, and on comprehending the nature, gravity, and seriousness of the accusations alleged against the petitioner, coupled with the materials based on record that prima facie shows the petitioner's involvement in the crime, and the petitioner's custodial intervention is inevitable. അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. കസ്റ്റോഡിയൽ ഇന്റർവേഷൻ ഈസ് ഇനവിറ്റബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിന് അറസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഒന്നാമത് അവരും അറസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നു. ഇനി അവരെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ചാനലുകാരെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കും. അതെ, ഇന്ന് തുടങ്ങി കാണുമല്ലോ. വലിയ ബഹളം. ഞാൻ രാവിലെ മുതൽ എന്താ ബഹളം. ഒന്നേലും പോലീസ് അറസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ പോയി ഇപ്പൊ അറസ്റ്റ് ചെയ്യുന്ന മട്ടിലാണ് ചാനലുകൾ നിൽക്കുന്നത്. എന്ത് വാങ്ങിക്കോട്ടെ, നമുക്ക് പറയുമ്പോൾ തമാശ, അവർക്ക് അവരുടെ ജീവിതമാണ്. അപ്പൊ അങ്ങനെ പുള്ളി ആന്റിസിപ്പേറ്ററി ബിൽ, in the light of above discussion, I hold that the application is to be dismissed. Consequently, the application is dismissed. പിന്നെ സാധാരണ ഇതുണ്ട്, ഞാൻ ഈ എഴുതിയ ഈ ജഡ്ജ്മെന്റ് ഈ ബെയിൽ ആപ്ലിക്കേഷൻ മാത്രമാണ് ബാധകം. ഇതൊന്നും തന്നെ ലോവർ കോർട്ടിലെ വിചാരണയെ ഒരു രീതിയിലും ബാധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ജസ്റ്റിസ് CS ഡയസ് ഒരു വല്ലാത്തൊരു ജഡ്ജ്മെന്റ് തന്നെയാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഒരു അല്ല, ഇതേ ഒരു സെലിബ്രിറ്റിയാണ്. വക്കീലന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ ജഡ്ജ്മെന്റ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ജഡ്ജ്മെന്റാണ്. കാരണം ഇങ്ങനെ ഈ ബോർഡർ ലൈനായിട്ട് നിൽക്കുന്ന കേസുകൾ എങ്ങനെ അനലൈസ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു മാതൃകയാണ് വക്കീലന്മാർ. പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഇങ്ങനെ ഈ എത്ര ബ്രില്യൻ്റാണ്, എത്ര മഹാനാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ കാണിക്കുന്ന പ്രവൃത്തിക്ക് ഒരു തിരിച്ചടി ഉണ്ടാകും. നിയമം അല്പം താമസിച്ചാണെങ്കിൽ നിങ്ങളെ പിടികൂടും. കാനൂൻ കെ ഹാത്ത് ലംബേ ഹോത്തേ എന്ന് ഇംഗ്ലീഷ് ഹിന്ദിയിൽ പറയുമല്ല, അതുപോലെ കൺസെന്റ് ഇല്ലാത്ത, അതെ, അത് ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നം. പക്ഷേ ഇപ്പൊ ഇതൊക്കെ ഉള്ളപ്പോൾ പോലും സിദ്ദിഖ് എന്തെങ്കിലും കുഴപ്പം ചെയ്യുന്നോ ഒന്നും നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. ഒരു പ്രൈമ ഫേസി കേസ് സിദ്ദിഖിനെതിരെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു കോടതിയിൽ. പിന്നെ കസ്റ്റോഡിയൽ ഇന്റർവെൻഷൻ സിദ്ദിഖ് സുപ്രീം കോടതിയിൽ പോവുകയും ജയിച്ചു എന്നും വരാൻ കേട്ടോ. അവിടെ ബെയിൽ കൊടുക്കാമല്ലോ. അപ്പൊ അപ്പീൽ പോകും, ഈ ജഡ്ജ്മെന്റിന് അപ്പീൽ പോകും. ഇപ്പൊ സുപ്രീം കോടതി നോക്കി കഴിയുമ്പോൾ ശരി ഇങ്ങനെയൊക്കെ ഉണ്ട്, പക്ഷെ ആന്റിസിപ്പേറ്ററി ബെയിൽ കൊടുക്കാതിരിക്കാനുള്ള ന്യായം വേറൊരു കേസ് കോട്ട് ചെയ്തിട്ട് ഇൻ ലൈറ്റ് ഓഫ് ദാറ്റ്. അല്ല, മാത്രമല്ല അവർ പറഞ്ഞു ശരി, what heavens are going to fall if we give him anticipatory bail? No, we want to question him. You question him. You question him. We are not preventing you. We will ask him to surrender his passport. We will ask him to sign in what police station it is, Cochin, whatever it is. കാരണം അവർക്ക് ഇവിടെ കൊച്ചി, കളമശ്ശേരി ഒന്നും അവർക്ക് ഇതില്ലല്ലോ. മ്യൂസിയം പോലീസ് സ്റ്റേഷനാണിത്. ശരി, ഓക്കെ, മ്യൂസിയം പോലീസ് സ്റ്റേഷൻ. അവിടെ ആഴ്ചയിൽ എല്ലാ ദിവസവും വന്ന് ഒപ്പിടാൻ പറയാം, പോരെ? നിങ്ങൾക്ക് ഇയാളെ കസ്റ്റഡിയിൽ കിട്ടണമെന്നുള്ള വാശി എന്താ? അതൊരു ദുർവാശിയായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നു. പാസ്പോർട്ട് പിടിച്ചു വയ്ക്കുന്നു, ആഴ്ച തോറും നിങ്ങളുടെ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി ഒപ്പിടുന്നു. അപ്പോൾ ചോദിക്കുമ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ എപ്പോഴൊക്കെയാണോ വിളിക്കുന്നത് അപ്പോഴെല്ലാം ഹാജരാകുമോ താൻ? ഞാൻ ഹാജരാകും. കേട്ടോ, അയാൾ ഹാജരാകും. പിന്നെന്താ നിങ്ങൾക്ക് ഇപ്പം അറസ്റ്റ് ചെയ്തേ പറ്റുന്നൊരു വാശി എന്താ? കൺവിൻസസ്. അപ്പോൾ തിരിഞ്ഞു. അപ്പോൾ സ്ട്രിഞ്ചൻ കണ്ടീഷൻസ് ഇട്ടിട്ട് കൊടുക്കും. 2 ലക്ഷം രൂപയും തത്തുല്യമായ 2 ആൾ ജാമ്യവും പാസ്പോർട്ട് സറണ്ടർ ചെയ്യലും, എറണാകുളം ജില്ല വിട്ടു പോകരുത്, അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ല വിട്ടു പോകരുത്, തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ ആഴ്ച തോറും ഒപ്പിടണം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കണ്ടീഷൻ ഇട്ട് ജാമ്യം കൊടുത്തു എന്ന് വരാം. ഇപ്പൊ ഇന്ന് മുകേഷിനെ ചോദ്യം ചെയ്തില്ല. ചേട്ടൻ എപ്പോഴും പറയാം കോടതിയുടെ ഡിസ്ക്രിപ്ഷനാണ്. ഇപ്പൊ ഹൈക്കോടതി, സുപ്രീം കോടതി ഇത് പറഞ്ഞിട്ടുണ്ട്. ചില കേസിൽ ഡിസ്ക്രിപ്ഷൻ ഉപയോഗിക്കാൻ പാടില്ല. കാരണം മനുഷ്യൻ ഈ ഡിസ്ക്രിപ്ഷൻ്റെ അപ്പുറത്താണ്, പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യം വന്നു കഴിയുമ്പോൾ. അവിടെ എനിക്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ടെന്ന് വേണ്ടി ഒന്ന് ജാമ്യം കൊടുത്ത് ഈ
ഈ തല്ലിപ്പൊളിയെ വിട്ടാൽ എങ്ങനെയാണ്? അതുകൊണ്ട് അത് കൊടുക്കരുതെന്ന് പറയുന്ന ജഡ്ജ്മെന്റ് ഉണ്ട്. ആ ജഡ്ജ്മെന്റിന്റെ പുറത്താണ് CS ഡയസ് ഈ ജഡ്ജ്മെന്റ് എഴുതിയിരിക്കുന്നത്. ഡിസ്ക്രിഷണറി പവേഴ്സ് ഉപയോഗിക്കാവുന്ന ഒരു കേസ് അല്ല ഇത്. ഇതില് റെപ്യൂട്ടേഷൻ ഓഫ് ദ പെർപെട്രേറ്റർ അങ്ങനെ ഒരു ഫാക്ടറി ഇല്ല. റെപ്യൂട്ടേഷൻ ഓഫ് പെർപെട്രേറ്റർ ഇല്ല. അത് ഡിഫമേഷൻ കേസിലേ ഉള്ളൂ. ഇപ്പം ഈ കേസിൽ നാളെ വിചാരണ കഴിഞ്ഞ് സിദ്ദിഖ് വെറുതെ വിടപ്പെട്ടാൽ സിദ്ദിഖിന് ഈ പെൺകുട്ടിയുടെ പേരിൽ ഡിഫമേഷൻ കേസ് കൊടുക്കാം. അവിടെ സിദ്ദിഖിന് പറയാൻ ഞാൻ പ്രസിദ്ധനായിരുന്നു, ഇവരൊരു കള്ള പെറ്റീഷൻ കൊടുത്ത് അവർ കേസ് തോക്കുകയും ചെയ്തു, എനിക്ക് നഷ്ടപരിഹാരം വേണമെന്നൊക്കെ പറഞ്ഞ് കൊടുക്കാം. അല്ലാതെ ക്രിമിനൽ കേസ് ഡിഫമേഷൻ കൊണ്ടൊന്നും മിക്സ് ചെയ്യാൻ പറ്റില്ല. പറയാൻ ജാമ്യം കിട്ടാനൊക്കെ ആയിട്ട് പറയും, എൻ്റെ കക്ഷി വലിയ കക്ഷിയാണ്, വെറുതെ ഇവരുടെ വാക്ക് കേട്ടിട്ട് കോടതി ഇങ്ങനെ തീരുമാനം എടുക്കരുത് എന്നൊക്കെ പറയും. തൽക്കാലം സിദ്ദിഖ് പെട്ടിരിക്കുകയാണ്. തൽക്കാലം സിദ്ദിഖ് അല്പം വിഷമത്തിലാണ്. യെസ്.